എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. അങ്ങനെ ശ്രുതി അശ്വിൻ്റെ മുൻപിൽ സത്യങ്ങളെല്ലാം തെളിയിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുവാണ്. അന്ന് വെഡിങ് ആനിവേഴ്സറി സമയത്ത് ശ്യാമ തന്നോട് പറഞ്ഞത് അഞ്ജലി ചേച്ചിയുടെ ഭർത്താവ് വേറൊരാളാണെന്നാ. അയാളെ കണ്ടെത്തി അശ്വിൻ സാറിന്റെ മുൻപിൽ കൊണ്ടുവരണം, എന്നാലേ അശ്വിൻ സാറ് വിശ്വസിക്കൂ എന്നായിരിക്കും ശ്രുതി തീരുമാനിക്കുന്നത്. അന്വേഷിച്ച് ഇറങ്ങുന്നുണ്ട്. അയാൾ ഒരു ലോയർ ആയിരിക്കും. എല്ലായിടത്തും പോയി അന്വേഷിക്കുന്നു. അവസാനം അയാളെ കണ്ടെത്തുവാണ്. അയാളുടെ വീട് കണ്ടെത്തി വീടിന് വെളിയിൽ നിൽക്കുന്നുണ്ട്. പുറത്തിറങ്ങുന്ന സമയത്ത് ശ്രുതിയെ കാണുവാണ് അയാള്. കാണുന്ന സമയം ഒന്ന് പേടിക്കുന്നുണ്ട്. ശ്രുതിയെ കാണുമ്പോഴേക്കും പേടിച്ച് വണ്ടി എടുത്ത് പോവാൻ നിൽക്കുവാണ്. ഏട്ടാ പ്ലീസ് അവിടെ നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതൊന്ന് കേൾക്കണം. അതിന് എനിക്ക് ഇയാളെ അറിയില്ലല്ലോ. അറിയില്ല എന്നോ? എന്തിനെങ്ങനെ പച്ച കള്ളം പറയുന്നേ? ഇപ്പൊ നിങ്ങൾ എന്നെ സഹായിക്കുവാണെങ്കിൽ എന്റെ നിരപരാധിത്വം എനിക്ക് അശ്വിൻ സാറിന്റെ മുൻപിൽ തെളിയിക്കാം. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എന്തായാലും ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യേ, വണ്ടി എടുത്ത് എൻ്റെ കൂടെ വാ. കുറച്ചപ്പുറത്ത് മാറി നിന്ന് സംസാരിക്കാം. നിങ്ങൾ എന്നോട് സംസാരിക്കാതെ പോയാലോ? ഞാൻ എങ്ങനെ സംസാരിക്കാതെ പോന്നേ? എൻ്റെ വീട് വരെ താൻ കണ്ടെത്തി. ഇനിയിപ്പോ തനിക്ക് എൻ്റെ വീട്ടിലോട്ട് വന്നൂടെ? ഞാൻ എന്തായാലും പറ്റിക്കാനൊന്നും പോകുന്നില്ല. വണ്ടി എടുത്ത് എൻ്റെ പുറകെ വാ എന്നും പറഞ്ഞ് ശ്രുതി അയാളുടെ വണ്ടിയുടെ പുറകെ പോകുന്നുണ്ട്. കുറച്ച് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ശ്യാമിനെ പേടിച്ചാ ഇത്രയും മാറി താമസിക്കുന്നത്. അവൻ എനിക്ക് ഒരു തരത്തിലും സമാധാനം തരുന്നില്ല. ഞാനൊരാളുടെ കീഴിൽ ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അവിടുന്ന് പോലും അവൻ എന്നെ പറഞ്ഞു വിട്ടു. അത്രയും ക്രൂരനവൻ. അവനെ ഇനി കാണരുതെന്നാ എൻ്റെ മനസ്സിൽ. അവനൊരു ക്രൂരനാണെന്ന് എനിക്കും അറിയാം. അന്ന് അഞ്ജലിയെ കല്യാണം കഴിച്ചത് അവന് ഇഷ്ടമല്ലായിരുന്നു. ആ സമയത്താ തന്നെ കണ്ടത്. തന്നെ അവന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാ തൻ്റെ പുറകെ നടന്ന് തന്നോട് ഇഷ്ടം പറഞ്ഞത്. അതെ, അന്ന് അഞ്ജലി ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇയാളല്ലേ എനിക്ക് കാണിച്ചു തന്നത്. ആ കാര്യം എൻ്റെ ഭർത്താവിൻ്റെ അടുത്തൊന്ന് പറയണം. അശ്വിൻ സാറിൻ്റെ മുൻപിൽ ഇയാൾ വന്നിട്ടെന്ന് പറയണം. എന്നാലേ അദ്ദേഹം അത് വിശ്വസിക്കൂ. ശ്രുതി, തന്നെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ അർജൻറ്റായിട്ട് ഒരു വഴിക്ക് പോവാ. നാളെ എന്തായാലും ഞാൻ ഫ്രീ ആവും. നാളെ ഞാൻ ലൊക്കേഷൻ അയക്കാം, അങ്ങോട്ടേക്ക് വന്നാൽ മതി. ഞാൻ ഇയാളെ എങ്ങനെയാ വിശ്വസിക്കുക? ഇനി നാളെ നിങ്ങൾ വന്നില്ലെങ്കിലോ? ഞാൻ ഉറപ്പായിട്ടും വരും. അല്ലെങ്കിൽ തനിക്കെൻ്റെ വീട്ടിലോട്ട് വരാമല്ലോ. എന്നാ ഇയാളെ നമ്പർ എനിക്ക് തരുമോ? അങ്ങനെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. അങ്ങനെ ശ്രുതി വളരെ സന്തോഷത്തിൽ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. വളരെ സന്തോഷത്തിലായിരിക്കും. സത്യങ്ങളെല്ലാം അശ്വിൻ അറിയാൻ പോവുകയാണല്ലോ എന്നോർത്ത് വലിയ സന്തോഷത്തിലിരിക്കുകയാണ്. അശ്വിനെ കാത്തിരിക്കുമായിരിക്കും. ഒരുപാട് നേരം കാത്തിരുന്നിട്ടും അശ്വിൻ വരുന്നുണ്ടായിരിക്കില്ല. എവിടെ പോയി അശ്വിൻ സാറ്? ഇതുവരെ വന്നില്ലല്ലോ. ബോറടിക്കുന്നുണ്ട്. എന്നാലേ കുറച്ച് പാട്ട് കേൾക്കാം. അങ്ങനെ പാട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ ശ്രുതി ഡാൻസ് കളിക്കുന്നുണ്ട്. പാട്ടിനൊപ്പം പാടി ഡാൻസ് കളിക്കുകയാണ്. ഇത് കണ്ട് അശ്വിൻ വരുന്നുണ്ട്. ഇവൾക്കെന്താ ഇന്ന് വല്ലാത്ത സന്തോഷാണല്ലോ. പെട്ടെന്ന് അശ്വിനെ കാണുന്നുണ്ട് ശ്രുതി. പാട്ട് ഓഫ് ചെയ്യാണ്. അല്ല, ഇന്നെന്ത് നീ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ? നിനക്ക് പുതിയ വല്ല ഓർഡറും കിട്ടിയോ? ഓർഡറൊന്നും കിട്ടിയിട്ടില്ല. അതിൽ വലിയ സന്തോഷാ. നാളെ ഞാൻ പറയുന്ന ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം. നാളെയോ? അതൊന്നും പറ്റില്ല. നീ വിളിക്കുമ്പോഴേക്ക് ഞാൻ എന്തിനാ നിന്റെ കൂടെ വരുന്നേ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു എഗ്രിമെൻ്റ് ഒപ്പിടിച്ച് വാങ്ങിച്ചില്ലേ? അക്കാര്യം ഞാൻ പോയിട്ടേ മുത്തശ്ശീൻ്റെ അടുത്ത് പറയാം. അതാവുമ്പോൾ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാക്കാനേ വളരെ എളുപ്പമായിരിക്കും. ദേ, നീ വെറുതെ കളിക്കാൻ നിൽക്കല്ലേ. അപ്പോൾ പിന്നെ ഞാൻ പറയുന്നത് പോലെ ഞാൻ വിളിക്കുന്ന സ്ഥലത്തോട്ടേ നിങ്ങൾ വരണം. നിന്റെ ഇഷ്ടത്തിന് ഞാൻ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്? എനിക്ക് വേണമെങ്കിലേ ഇവിടെ നിൽക്കുന്ന സമയം ഒരു എഗ്രിമെൻ്റ് നിങ്ങളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാം. നിങ്ങൾ എങ്ങനെ നടക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്ക് തീരുമാനിക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതിപ്പോൾ എൻ്റെ കൂടെ വന്നേ പറ്റൂ. ഒരു അത്യാവശ്യ കാര്യമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വരണം. അങ്ങനെ അശ്വിൻ സമ്മതിക്കുന്നുണ്ട്. വീണ്ടും പാട്ട് വെച്ച് ഡാൻസ് കളിച്ചുകൊണ്ടേ ഇരിക്കുമായിരിക്കും. ശ്രുതി വല്ലാത്ത സന്തോഷത്തിലാണ്. പിറ്റേ ദിവസം അയാളെ കാണാനായിട്ട് അശ്വിനെ കൂട്ടി പോവാ. അങ്ങനെ ആ സ്ഥലം എത്തി. അവിടെ വണ്ടി നിർത്തി വെയിറ്റ് ചെയ്യുന്നുണ്ട് അയാളെ കാത്ത്. കുറേ നേരം നിൽക്കുമ്പോൾ അശ്വിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇവിടേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നേ? നീ കാര്യം എന്താന്ന് വെച്ചാൽ പറ. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യേ. അപ്പോഴേക്കും അയാൾ വരുന്നുണ്ടായിരിക്കും. ബൈക്ക് നിർത്തി ഇറങ്ങി നടക്കുവാണ്. ഇതേ സമയം പുറകില് ഹെൽമെറ്റൊക്കെ ധരിച്ച് നമ്മുടെ ശ്യാമു വരുന്നുണ്ടായിരിക്കും ബൈക്കിൽ ഫോളോ ചെയ്തുകൊണ്ട്. ശ്യാമാണെങ്കിൽ ഇക്കാര്യം മുൻപേ അറിഞ്ഞു കാണും. ശ്രുതി തൻ്റെ ഫ്രണ്ടായ ഇയാളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് ശ്യാമിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ശ്രുതി പുറത്തിറങ്ങുമ്പോഴൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും ശ്യാം. അങ്ങനെയാണ് ഇയാളെ കാണുന്നത്, ശ്യാം കാണുന്നത്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് നാളെ കാണാമെന്ന് തീരുമാനിക്കുന്നതെല്ലാം നമ്മുടെ ശ്യാം മനസ്സിലാക്കുന്നുണ്ട്.
ശ്യാമാണെങ്കിൽ ഒരു ലോറി ഏൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഇയാളെ ഇടിച്ചു വീഴ്ത്താനായിട്ട്. ബാക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിക്കാരന് ഇങ്ങനെ സിഗ്നൽ കൊടുക്കുന്നുണ്ട് കൈവച്ച്. അയാളാണെങ്കിൽ ഫാസ്റ്റിൽ വന്ന് ഇയാളെ അങ്ങ് തട്ടിത്തെറിപ്പിക്കുകയാണ്. നേരെ പോയി പോസ്റ്റിൽ തല ഇടിക്കുന്നുണ്ട്. ഇത് കണ്ട് ഷോക്കിൽ നിൽക്കുമായിരിക്കും അശ്വിൻ. അപ്പം തന്നെ ഓടി വന്ന് ശ്രുതിയും അശ്വിനും അയാളെ വിളിക്കുന്നുണ്ട്. അയാൾക്ക് ബോധം ഉണ്ടായിരിക്കില്ല. വണ്ടി ഇടിച്ച ആൾ വന്ന് പറയുന്നുണ്ട്, ഞാൻ അറിയാതെ പെട്ടെന്ന് അങ്ങനെ പറ്റിപ്പോയതാ, എനിക്ക് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളതാ. അതും പറഞ്ഞ് അയാൾ അവിടുന്ന് വേഗം ഓടി രക്ഷപ്പെടുവാണ്. പിന്നീടായിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട് ശ്രുതിയും അശ്വിനും കൂടെ. അങ്ങനെ അവരെ പിന്നാലെ തന്നെ ശ്യാമും കാണും ഹോസ്പിറ്റലിൽ. സിസ്റ്റർ, ആക്സിഡന്റാ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അയ്യോ, ആക്സിഡന്റ് ആണെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, ഒരു ഫോം തരാം, അതൊന്ന് ഫില്ല് ചെയ്യണം, പോലീസിനെ അറിയിക്കണം. അയ്യോ, അത്രയും സമയമുണ്ടെങ്കിൽ ഇയാളെ ജീവൻ രക്ഷിക്കാമല്ലോ. നിങ്ങളൊരു നേഴ്സല്ലേ, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. ഞാൻ ആരെക്കൊണ്ട് വേണമെങ്കിൽ വിളിപ്പിക്കാം ഡോക്ടറെ. വേഗം തന്നെ ഇയാളെ ജീവൻ രക്ഷിക്കുക. ഡോക്ടറും വരുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട് വേഗം ഐസിലോട്ട് കയറ്റാൻ. അപ്പോഴേക്കും അയാൾ ശ്രുതിയെ വിളിക്കുന്നുണ്ടായിരിക്കും. ഏട്ടാ, ഒന്നും സംഭവിക്കില്ല, പേടിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നു. വീണ്ടും അശ്വിൻ്റെ അടുത്ത് എന്തോ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് ബോധം പോവാണ്. നേരെ ഐസിലോട്ട് കയറ്റുന്നു. ശ്രുതി അശ്വിനാണെങ്കിൽ പുറത്ത് വിവരം അറിയാനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും. ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു, അയാൾ കോമ സ്റ്റേജിലോട്ട് പോയിരിക്കുക. ഇത് കേട്ട് ശ്യാമിന് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. ഇതെല്ലാം മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. എന്തായാലും മരുന്നിനോട് റിയാക്ട് ചെയ്യുന്നില്ല. ഇനി എപ്പോഴാ കോമ സ്റ്റേജിൽ നിന്ന് ജീവിതത്തിലോട്ട് തിരികെ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഏതാനും മാസങ്ങൾ മതിയായിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. ഡോക്ടർ അങ്ങനെ പോകുന്നുണ്ട്. ഇത് കേട്ട് ശ്യാം ചിന്തിക്കുന്നുണ്ട്, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ഇനി എന്തായാലും ഇവിടെ നിന്ന് പോകാം. എന്നാൽ അശ്വിന് BP കൂടി ആകെ കൂടെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അശ്വൻ ശ്രുതിയെ ചീത്ത പറയുന്നുണ്ട്, നീ എന്നെ ഇങ്ങനൊരു കാര്യത്തിൽ കൊടുക്കാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എൻ്റെ തലയിൽ അത്യാവശ്യം ടെൻഷനുണ്ട്, അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനൊരു കാര്യം കൂടെ. ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അശ്വൻ സാർ. ഞാൻ അയാളെ കൊണ്ട് സത്യങ്ങൾ പറയിക്കാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സത്യങ്ങൾ പറയിക്കാനോ? അന്ന് അയാളെ കാണിച്ചിട്ടാ ആ ശ്യാമനോട് അഞ്ജലി ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞത്. അത് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനായിട്ടാ ഞാൻ അയാളെ വിളിച്ചു വരുത്തിയത്. മതി നിന്റെ ഓരോ ന്യായീകരണങ്ങൾ. ഇപ്പം നിനക്ക് സമാധാനമായല്ലോ? അത് നേരിൽ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കൈയും കാലും വേറെ ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ കയ്യിൽ പിടിച്ച് ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട്. അശ്വിൻ സാറേ, കൂളായിട്ട് സംസാരിക്കുക. ഇപ്പോൾ ഇങ്ങനെ വരുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. നമ്മൾ കാരണമല്ലല്ലോ അയാൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചത്. അതോർത്ത് സാറ് വെറുതെ ടെൻഷൻ അടിക്കല്ലേ. നീ അങ്ങനെ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റണ്ടേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ വീണ്ടും ചീത്ത പറയുകയാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം മനോരമയുടെ വന്ന് ശ്യാം പറയുന്നുണ്ട്. എന്നാലും അവൾ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല. പിന്നെ നിന്റെ കൂട്ടുകാരൻ, അവന് നിന്നെ ചതിക്കാനല്ല നോക്കിയത്. തക്ക സമയത്ത് നീ കണ്ട കാരണം നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. സത്യങ്ങളെല്ലാം അശ്വിൻ അറിയും. നിന്റെ ഭാഗത്താ തെറ്റെന്ന് അശ്വിന് നന്നായിട്ട് മനസ്സിലാവും. എന്നാലും ശ്രുതി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അവനങ്ങനെ കോമ സ്റ്റേജിലോട്ട് പോയി. ഇനി എന്തായാലും അവൻ പറയാനൊന്നും പോകുന്നില്ല. ഈ പേരിൽ ശ്രുതിയും അശ്വിനും തമ്മിൽ നല്ല വഴക്കുണ്ടായിരിക്കും. അത് തന്നെയാണ് എനിക്കും വേണ്ടത്. ശ്രുതിയെ എൻ്റെ പെണ്ണ, എൻ്റെ മാലാക. അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ എനിക്ക് സ്വന്താ. അവളുടെ കൈകൊണ്ട് എനിക്ക് ചാവണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ശ്യാമിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അശ്വിൻ വീട്ടിലോട്ട് വരിക. ആകാശിൻ്റെ അടുത്ത് ഒരുപാട് അങ്ങ് വഴക്ക് പറയുന്നുണ്ട്. ഞാൻ ഏൽപ്പിച്ച കാര്യം നീ ചെയ്തോ, അല്ലെങ്കിലും നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഓഫീസ് കാര്യങ്ങൾ ഏൽപ്പിച്ച് തന്നെ എൻ്റെ തെറ്റാ എന്നൊക്കെ പറഞ്ഞ് ആകാശിനെ അങ്ങ് ചീത്ത പറയാ. ആകാശ് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ പോലും അശ്വിൻ നിൽക്കുന്നുണ്ടായിരിക്കില്ല. എന്താ കുഞ്ഞാ, നിനക്ക് എന്താ പറ്റിയേ? നീ വല്ലാത്ത ടെൻഷനിലാണല്ലോ. ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് ഏട്ടൻ കേൾക്ക്. അപ്പോഴേക്കും ആകാശ് മാനേജറെ വിളിച്ച് കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ കറക്റ്റ് സമയത്ത് ചെയ്തില്ലേ? ചെയ്തല്ലോ. അക്കാര്യം പറയാനായിട്ട് ഞാൻ അശ്വിൻ സാറിനെ വിളിച്ചിരുന്നു, ഫോൺ എടുത്തില്ല. ഇത് കേൾക്കുന്നതും ആകെ സങ്കടത്തില് അശ്വിൻ ആകാശിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എന്തിനാ ഏട്ടാ? എനിക്കറിയാം ഏട്ടൻ എന്തോ ടെൻഷനില്ല, അതുകൊണ്ടാ ഏട്ടൻ എങ്ങനെയൊക്കെ പറയുന്നേ. മനോരമയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ മോനെ വഴക്ക് പറയാൻ ഇവനാരാ എന്നായിരിക്കും മനോരമ ചിന്തിക്കുന്നത്. എന്നാ ശ്യാം പറയുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ രാമലക്ഷ്മണന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. ഇതിങ്ങ് ഊതി വീർപ്പിച്ചാലേ ഉറപ്പായിട്ടും ഈ കുടുംബം രണ്ടാക്കാൻ പറ്റും. ഏട്ടൻ പോയിട്ടെ ഫ്രഷ് ആയിട്ട് വാ എന്നാ മുത്തശ്ശി പറയുന്നുണ്ട്. എന്തായാലും അശ്വിനെ ഡോക്ടറെ ഒന്ന് കാണിക്കണം. BP ടാബ്ലറ്റേ മാറ്റാറായിട്ടുണ്ട് എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുന്നു. അങ്ങനെ ശ്രുതിയും അശ്വിനും റൂമിലോട്ട് പോകുന്നുണ്ട്. അശ്വിൻ സാറേ, എന്നോടുള്ള ദേഷ്യമായിരിക്കും ആകാശ് സാറിൻ്റെ മേലെ തീർത്തത്.
ആകാശ് സാർ എന്താ ചെയ്തത്? ഇന്നേ വരെ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എത്ര സ്ഥലത്ത് നിങ്ങൾ ആകാശ് സാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ആകാശ് സാറിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളാണോ ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞ്? അത് വലിയ സങ്കടമായി കാണില്ലേ? ഇനിയെങ്കിലും ഈ ദേഷ്യം ഒന്ന് കുറയ്ക്ക് എന്നും പറഞ്ഞ് ശ്രുതി പോയി കിടക്കുവാണ്. ശ്രുതി ഉറങ്ങിയിട്ടും അശ്വിന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആകാശിനെ കുറിച്ച് ശ്രുതി മനസ്സിലാക്കിയത് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ അന്ന് വെഡിങ് ആനിവേഴ്സറി സമയത്ത് എടുത്ത ഫോട്ടോസ് എല്ലാം നോക്കുന്നുണ്ട്. അതിൽ അഞ്ജലിയുടെ കൂടെ നിർത്തി അയാളെ ഒരു ഫോട്ടോ എടുത്തത് നമ്മുടെ ശ്യാമായിരിക്കും. ആ ഫോട്ടോ നോക്കി സത്യങ്ങളെല്ലാം നമ്മുടെ അശ്വിൻ മനസ്സിലാക്കുന്നുണ്ട്. ശ്രുതി പറഞ്ഞതെല്ലാം സത്യമാണ്. ഇവനാ അപ്പം എല്ലാറ്റിനും പുറകിലെന്ന് അശ്വിന് മനസ്സിലാവുകയാണ്.